ഗാലന്റ് IASലെ മലയാഴ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 ബാച്ചിലെ പാർവതി ഗോപകുമാറിന് 282ാമത്തെ റാങ്ക് ഈ വർഷം കരസ്ഥമാക്കി. പാർവതി ഗോപകുമാറിന് മലയാളം ഓപ്ഷനിലായിരുന്നു എടുത്തിരുന്നത്. ആ കുട്ടിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. മലയാളം ഓപ്ഷണൽ എടുക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പരീക്ഷ എഴുതേണ്ടത്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യക്ഷത്തിൽ ഇതിൻ്റെ സിലബസ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേഗം പഠിക്കാമെന്ന് തോന്നുകയും അതുപോലെ തന്നെ വേഗം പരീക്ഷ എഴുതാൻ പറ്റുമെന്നും ഒരു ധാരണ ഉണ്ടാകാം. പക്ഷേ മാർക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പഠിക്കുന്നത് എങ്ങനെ പഠിക്കണം, എത്ര മാത്രമാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനേക്കാൾ ഉപരി ഈ ചോദ്യങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കണം, ഓരോ ചോദ്യവും ഒരു ഡിമാൻഡ് ചെയ്യുന്ന കാര്യമുണ്ട്. ആ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അതിനൊരു ഉത്തരം എഴുതാനാണ് നമുക്ക് പരിശീലിക്കേണ്ടതായിട്ട് വരുന്നത്. സിലബസ് നോക്കുമ്പോൾ, സിലബസ് പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരായാലും സിലബസ് കൃത്യമായിട്ട് യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ നമുക്കൊരു വ്യക്തമായ ധാരണയൊക്കെ ലഭിക്കും. പക്ഷേ പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ആ ചോദ്യത്തിന് എങ്ങനെ മൗലികമായ ഒരു ഉത്തരം എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ മൗലികമായിട്ട് അതിനെ എങ്ങനെ സമീപിക്കാൻ സാധിക്കും എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അങ്ങനെ എഴുതിയെങ്കിൽ മാത്രമേ മലയാളത്തിന് നല്ല മാർക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് തോന്നാം ഈ കറണ്ട് അഫയേഴ്സ് പൊതുവേ കുറവാണ്. സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ, യൂണിറ്റ് വൈസ് ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. നമുക്കറിയാം പേപ്പർ 1 സെക്ഷൻ എയുടെ ഒരു യൂണിറ്റിൽ മാത്രമാണ് ഈ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഉള്ള ഭാഗം വരുന്നത്. ബാക്കി മുഴുവനും പരമ്പരാഗതമായ വസ്തുതകളാണ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ പരമ്പരാഗതമായ വസ്തുതകളായതുകൊണ്ട് പഴയ നോട്ട്സും ഒക്കെ അതുപോലെ തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്താൽ മതി എന്നും വരാം. പക്ഷെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് വരുന്ന ഒരു വിഷയമാണ് ഒരർത്ഥത്തിൽ മലയാളം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു പഴയകാലത്തെ ഒരു ചോദ്യം, പഴയകാലത്തെ അല്ലെങ്കിൽ പ്രാചീന സാഹിത്യത്തെ കുറിച്ചാണ് ഒരു ചോദ്യമെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഇന്നത്തെ അറിവ് കൂടി, ഇന്ന് ആ വിഷയത്തിൽ എന്തെല്ലാം അറിവുണ്ടായിട്ടുണ്ടോ ആ അറിവ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്കത് പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഇല്ല എന്നല്ല സത്യത്തിൽ പറയേണ്ടത്. കറണ്ട് അഫയേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു വിഷയമാണ് ഒരർത്ഥത്തിൽ മലയാളം. അതായത് ഇന്നേ വരെയുള്ള അറിവുകളുടെ ഒരു സമവായം, ഇന്നേ വരെയുള്ള അറിവ് നമുക്ക് മലയാളത്തിന്റെ പരീക്ഷ എഴുതുന്നതിന് ആവശ്യമാണ് എന്നതാണ് സത്യം. ആ രീതിയിൽ പരീക്ഷയും എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല ഒരു ഗ്രേഡ് നമുക്ക് ലഭിക്കുകയുള്ളൂ, നല്ലൊരു മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിന് ഒരു മൗലികത വേണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ചോദ്യം കഴിഞ്ഞ വർഷം എഴുതിയ അതേ ആൻസർ തന്നെ, ആൻസറിന് മാറ്റമില്ലെങ്കിലും അതേ ആൻസർ തന്നെ ഈ വർഷവും ചോദ്യം ചോദിച്ചാൽ, അതേ ചോദ്യത്തിന് ചോദിച്ചാൽ അതിന് ആ രീതിയിൽ ഉത്തരം എഴുതിയാൽ നമുക്ക് ശരിയാവുകയില്ല. നമ്മൾ മുൻകാല ചോദ്യങ്ങൾ ധാരാളമായിട്ട് ആവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ മലയാളത്തിന്റെ ഓപ്ഷണൽ പരീക്ഷ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മലയാളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എല്ലാവരും എടുത്തു പറയുന്ന കാര്യവും അത് തന്നെയാണ്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ, പലതാവശ്യം ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ മലയാളത്തിന് വരുന്നത്. അപ്പോൾ ഓരോ ചോദ്യത്തിന് ഉത്തരം പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെയുള്ള ഉത്തരം തന്നെ അടുത്ത പ്രാവശ്യം എഴുതിയാൽ മതി എന്ന രീതിയിൽ നമ്മൾ പഠിച്ചാൽ അല്ലെങ്കിൽ സമീപിച്ചാൽ നമുക്ക് വേണ്ടത്ര മാർക്ക് ലഭിക്കുകയില്ല. പഴയ ഒരു ചോദ്യം തന്നെ ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ രീതിയിൽ ഉത്തരം എഴുതുന്ന ഒരു മൗലികത നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കണം. ആ ഒരു കോച്ചിങ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. ഗാലന്റ് IASൽ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ആ രീതിയിലുള്ള ഒരു കോച്ചിങ് ആണ്. സിലബസ് പരിചയപ്പെടുത്തുന്നു, യൂണിറ്റ് വൈസ് ആയിട്ട് ഒരു പരിശീലനം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രീഫ് നോട്ട് എന്ന് പറഞ്ഞാൽ അതേവരെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ച് തയ്യാറാക്കിയ ഒരു ബ്രീഫ് നോട്ടായിരിക്കും നമ്മൾ തരുന്നത്. ആ ഒരു ബ്രീഫ് നോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഏത് ചോദ്യത്തിനും എങ്ങനെ ഉത്തരം എഴുതാം എന്നതാണ് കൂടുതലായി പരിശീലിപ്പിക്കുന്നത്. ആ ഒരു പരിശീലനമാണ് ഒരുപക്ഷെ ഗാലന്റ് IASന്റെ മലയാഴ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് കേവലം ഒരു 6 മാസം കൊണ്ട്
പൂർണ്ണമായിട്ടും ഈ കോഴ്സ് പഠിപ്പിച്ചു തീരും. ഒരു സംശയം ചിലർക്കുണ്ടാവും, PCM വരുന്ന അല്ലെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞിട്ട് മലയാളം പഠിച്ചാൽ അല്ലെങ്കിൽ ഓപ്ഷണൽ പഠിച്ചാൽ പോരെ എന്നൊരു ചോദ്യം പൊതുവെ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്. അത് സാധിക്കത്തില്ല. കാരണം പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതല്ല. ഒരു താമസം, ഒരു കാലതാമസം ഏതിനും ആവശ്യമാണ്. അപ്പം ക്രമേണ പതുക്കെ മാത്രമേ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിലിംസിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മെയിനും പഠിക്കാനായിട്ട് എടുക്കുക. പ്രത്യേകിച്ച് ഓപ്ഷണൽ മലയാളം ആണെങ്കിൽ അതും സെലക്ട് ചെയ്യുക. കേവലം ഒരു 6 മാസം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അതിന്റെ സിലബസും പരിചയപ്പെടുത്തി, ഓരോ യൂണിറ്റും പരിചയപ്പെടുത്തി, അതിന് വേണ്ട നോട്ട്സും നമ്മൾ തയ്യാറാക്കി, ഓരോ ചോദ്യം പ്രധാനപ്പെട്ട ഇന്നേ വരെ വന്ന എല്ലാ ചോദ്യങ്ങളും പരിചയപ്പെടുത്തി, ഓരോ ചോദ്യവും എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ഓരോ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നെല്ലാം വളരെ ഹ്രസ്വമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ നമ്മളിവിടെ ഈ 6 മാസക്കാലം കൊണ്ട് ചെയ്തു തീർക്കുന്നു. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവിടെ ഗാലന്റ് IASൽ മലയാളമയിൽ മലയാളം ഓപ്ഷൻ എടുക്കുന്നുണ്ട്. അത് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ, കുട്ടികളുടെ കൂടി സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം. മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ കുട്ടിക്ക് ഒരു പ്രത്യേക സമയം കൊടുത്തിട്ട് ആ കുട്ടിയെ നേരിട്ട് വിളിച്ച് ഓരോ ആഴ്ചയിലും എന്ത് പഠിച്ചു, ആ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് കൃത്യമായ ഒരു മെന്ററിങ്, അത് വളരെ കൃത്യമായ രീതിയിൽ ഒരു മെന്ററിങ് നമ്മളിവിടെ ക്രമീകരിക്കുന്നു. അതാണ് ഒരുപക്ഷെ ഗാലന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയേണ്ടത്. ഓരോ കുട്ടിക്കും കുട്ടിക്ക് തന്നെ കൃത്യമായ സമയം കൊടുത്തിട്ട് ആ കൃത്യസമയത്ത് ഫോണിലൂടെയോ ആ രീതിയിൽ ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും പഠിപ്പിച്ച ഭാഗത്തു നിന്നുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ പഠിക്കാൻ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കൃത്യമായ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷനിലൂടെയാണ് നമ്മൾ ഈ 6 മാസം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം 6 മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിലിംസിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നീടും നമ്മൾ ഓപ്ഷണൽ എഴുതാൻ അവസരം കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ആൻസർ റൈറ്റിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും മറ്റേത് സബ്ജക്റ്റിനേക്കാളും ഒരു താല്പര്യം അത്യാവശ്യമാണ്. താല്പര്യം ഉണ്ടെങ്കിലേ നേടാൻ പറ്റുകയുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പെട്ടെന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് മലയാളം ഓപ്ഷണൽ. തീർച്ചയായിട്ടും ഗാലന്റ് IASലെ മലയാള വളരെ കൃത്യമായ രീതിയിൽ ഇങ്ങനൊരു കോച്ചിങ് നമ്മളിവിടെ നടത്തുന്നു. പ്രിലിംസിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മലയാളത്തിന് കൂടി അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്റ്റിന് കൂടി ജോയിൻ ചെയ്യുക. ഏകദേശം ഒരു 6 മാസം കൊണ്ട് കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം പഠിപ്പിച്ച് തീരുന്നതായിരിക്കും. നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ട എല്ലാവിധ ഒരു ധൈര്യവും, അതാണ് ഒരു ധൈര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമാകുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഓക്കെ, താങ്ക്സ്.